വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. ഫിജിറ്റൽ വേൾഡ് എന്ന ആശയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഫിജിറ്റൽ? നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രണ്ട് തരത്തിലാണ് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്. ഒന്ന്, നമുക്ക് വേണ്ട സാധനം തൊട്ടടുത്ത കടയിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലേ, അതിനെ നമുക്ക് ഫിസിക്കൽ ഷോപ്പിംഗ് എന്ന് വിളിക്കാം. രണ്ട്, ഓൺലൈനായിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്, അതിനെ നമുക്ക് ഡിജിറ്റൽ ഷോപ്പിംഗ് എന്ന് വിളിക്കാം. ഈ രണ്ട് ഷോപ്പിംഗ് രീതികളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഫിജിക്ക.com എന്ന് പറയുന്നത്. ടെക്നോളജി ചേഞ്ചസ് വളരെ ഫാസ്റ്റായിട്ടാണ് ഇന്ന് നമ്മുടെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് പണ്ട് നമ്മൾ വിളിക്കാൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാൻഡ് ഫോണിൽ നിന്ന് ഇന്ന് നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും ഒരൊറ്റ വെളുത്തുമ്പിൽ കിട്ടുന്ന സ്മാർട്ട് ഫോണിലേക്ക് അപ്ഡേറ്റ് ആയത്. അതുപോലെ തന്നെ കടകളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് പകരം ഇന്ന് ഭൂരിഭാഗം ആളുകളും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ വലിയൊരു റവല്യൂഷൻ്റെ എക്സാമ്പിളാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു ബിസിനസ്സാണ് ഫിജിക്ക.com. കാരണം ഈ ബിസിനസ് ഇന്ന് പ്രവർത്തിക്കുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന 4 ഇൻഡസ്ട്രികളെ കൂട്ടിച്ചേർത്തുകൊണ്ടിട്ടാണ്. അതിലൊന്നാമത്തെ ഇൻഡസ്ട്രിയാണ് ഇ-കൊമേഴ്സ്. പൊതുവെ ഓൺലൈൻ വ്യാപാരങ്ങളെയാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. 2, റെഫറൽ മാർക്കറ്റിംഗ്. വാസ്തവത്തിൽ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയൊക്കെ ഈ ഒരു റെഫറൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചാലോ, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പിൽ കയറിയാലോ, അല്ലെങ്കിൽ നല്ലൊരു സിനിമ കണ്ടാൽ പോലും നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. അതാണ് റെഫറൽ മാർക്കറ്റിംഗ്. 3, ഡയറക്റ്റ് സെല്ലിംഗ്. ഇടനിലക്കാരില്ലാതെ ഒരു കമ്പനിയുടെ ഉൽപ്പന്നം കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. 4ാമത്തെ ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതശൈലി രോഗങ്ങളാൽ ഒട്ടേറെ പേര് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് അവരുടെയൊക്കെ ഭക്ഷണ രീതിയും ഭക്ഷണക്രമവും തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റ് പ്രോഡക്റ്റുകളും സർവീസസും അടങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്നത്. സോ ഈ 4 ഇൻഡസ്ട്രികളെയും ബ്ലെൻഡ് ചെയ്തുകൊണ്ടിട്ടാണ് ഫിജിക്ക.com ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇ-കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ. 2009 കാലഘട്ടങ്ങളിൽ ഇ-കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് $3.9 ബില്യൺ ആയിരുന്നു. 2016 ആയ സമയത്ത് അത് ഏകദേശം $38 ബില്യൺ ആയിട്ട് ഉയർന്നു. 2026 നമ്മൾ എക്കണോമിസ്റ്റുകളുടെ കണക്ക് പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം $200 ബില്യൺ ഗ്രോത്ത് ആണ്. ഈ ഇൻഡസ്ട്രി ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചില ബിസിനസ് മോഡലുകൾ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക്, ആമസോൺ, പേപാൽ, ഉബർ, ഉല, ഫ്ലിപ്കാർട്ട്, ഇതെല്ലാം ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇ-കൊമേഴ്സ് കമ്പനികൾക്ക് എക്സാമ്പിളാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ബൂമിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടേൺ ഓവർ അറൗണ്ട് ദി വേൾഡ്. 9/9/2016 ഇന്ത്യയുടെ ക്യാബിനറ്റ് മിനിസ്റ്ററായിരുന്ന രാം വിലാസ് പസ്വാൻ എന്ന വ്യക്തിയുടെ കീഴിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗരേഖ പുറപ്പെടുവിക്കുന്നത്. ഇന്ന് അതിൻ്റെ ബേസിസിൽ ഇന്ത്യയിലും കൂടാതെ മറ്റ് രാജ്യങ്ങളിലൊക്കെ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ബിസിനസ് മോഡലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ടാബുലാർ കോളം കൊടുത്തിട്ടുണ്ട്. 33 കോടി ജനസംഖ്യയുള്ള അമേരിക്കയിലെ ടേൺ ഓവർ എന്ന് പറയുന്നത് 3,37,810 കോടിയാണ്. ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ മലേഷ്യ എന്ന രാജ്യത്തെ കാണാം അല്ലേ. 3 കോടി ജനങ്ങളെ മലേഷ്യയിലുള്ളൂ. കേരളത്തിന് അത്ര പോലും ജനസംഖ്യയില്ല. പക്ഷേ ആ രാജ്യത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഏകദേശം 30,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ കാണാം. ഏകദേശം 140 കോടി ജനസംഖ്യകളുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇന്ത്യയിൽ ഈ ഇൻഡസ്ട്രിയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് വെറും 19,000 കോടി രൂപ മാത്രമേ ആയിട്ടുള്ളൂ. സോ വലിയൊരു സാധ്യതയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കുള്ളത്. മാത്രമല്ല 2025 കാലഘട്ടം ആകുമ്പോഴേക്കും ഈ ഇൻഡസ്ട്രി ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഏകദേശം 64,500 കോടി രൂപയാണ് എന്നുള്ളതാണ് ഫിക്കി, KPMG പോലുള്ള സംഘടനകൾ പറയുന്നത്. ഇന്ന് ഏകദേശം 58 ലക്ഷത്തോളം ആളുകളാണ് ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്നത്. അതിനകത്ത് 53% ആളുകളും സ്ത്രീകളാണ് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. യഥാർത്ഥത്തിൽ വുമൺ എംപവർമെൻറ്റ് എന്ന കാര്യം യഥാർത്ഥമാകുന്നത് ഈ ഇൻഡസ്ട്രിയുടെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പണ്ടൊക്കെ നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളുടെയും നെറ്റിച്ചൊളിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഏകദേശം 128ഓളം യൂണിവേഴ്സിറ്റീസിൽ സിലബസ് ആയിട്ട് പഠിപ്പിക്കുന്നൊരു പാഠ്യവിഷയമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഹാർവർഡ് ബിസിനസ് സ്കൂൾ, യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള തുടങ്ങി ഒട്ടേറെ യൂണിവേഴ്സിറ്റീസിൽ ഈ ഇൻഡസ്ട്രിയിലും സിലബസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ശൂലിനി യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്.
ഹിമാചൽ പ്രദേശിൽ. അവിടെ പല കോഴ്സുകൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു കോഴ്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PG ഡിപ്ലോമ ഇൻ ഡയറക്റ്റ് സെല്ലിംഗ്. സോ അത്രമാത്രം സാധ്യതയോട് കൂടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഇൻഡസ്ട്രിയെ കാണുന്നത്. ദെൻ ഫിജിക്ക.com എന്ന കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കാണാൻ സാധിക്കും. കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഓരോ സംസ്ഥാന സർക്കാരിനും ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടിട്ടാണ് ഫിജിക്ക.com ഓരോ സംസ്ഥാനത്തിലും ഇന്ത്യയിലും ഇന്ന് പ്രവർത്തിച്ചു വരുന്നത്. ദെൻ ന്യൂസ് റിപ്പോർട്ട്സ്. ഫിജിക്ക.com എന്ന കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം കൊടുത്തിട്ടുള്ള ന്യൂസ് കട്ടിങ്സ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കേരള കൗമുദി, ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങി കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഈ ന്യൂസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ വിറ്റഴിക്കപ്പെടുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പോലും ഈ ന്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ദുബായിൽ വെച്ച് നടന്നിട്ടുള്ളൊരു ഒഫീഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. ആ പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ടെന്നീസ് താരമായിട്ടുള്ള സാനിയ മിർസയാണ്. ദെൻ ഇത് ഫിജിക്ക.com എന്ന കമ്പനിയുടെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങിന് എടുത്തിട്ടുള്ളൊരു ഫോട്ടോയാണ്. 2018 ജൂലൈ 8 ഈ കമ്പനി ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. ഈ ഒരു കമ്പനി ഇനോഗ്രേറ്റ് ചെയ്തത് അന്നത്തെ ഫുഡ് ആൻഡ് സപ്ലൈസ് വകുപ്പ് മിനിസ്റ്ററായിട്ടുണ്ടായിരുന്ന P. തിലോത്തമൻ സാറാണ്. ബാക്കി മാനേജ്മെൻറ്റ് സ്റ്റാഫിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ഫിജിക്ക.com എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലീഡിംഗ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. മാനേജ്മെൻറ്റ്, ഏതൊരു ബിസിനസ്സിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയാണ്. ഇന്ന് ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത ക്രെഡിബിലിറ്റിയുള്ള മാനേജ്മെൻറ്റ്. ബിസിനസ്സിലെ ചാണക്യൻ, ഒരുപാട് മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന നൽകുന്ന വ്യക്തി, 160 വർഷമായി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ചെമ്മണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് എന്ന വലിയ ഗ്രൂപ്പിൻ്റെ 4ാം തലമുറക്കാരനായിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണൂരാണ് ഈ കമ്പനിയെ ഇന്ന് മുന്നിൽ നയിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50ഓളം ജ്വല്ലറി ഔട്ട്ലെറ്റുകൾ, ബോച്ചെ ഗോൾഡ് ലോൺ, ബോബി ഓക്സിജൻ റിസോർട്ട്സ്, NBFC ബ്രാഞ്ചസ്, ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങി ഒട്ടേറെ ബിസിനസ്സുകളിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ബോബി ചെമ്മണൂർ എന്ന് പറയുന്നത്. ആ വ്യക്തിയാണ് ഫിജിക്കാർഡിനെ മുന്നിൽ നയിക്കുന്നത്. സോ നിസ്സംശയം നമുക്ക് പറയാം, ഫിജിക്കാർഡിനെ അദ്ദേഹം എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ദെൻ വിഷൻ ആൻഡ് മിഷൻ. ടെക്നോളജി ബേസ്ഡ് റീറ്റെയിലിങ്ങളിൽ മറ്റെല്ലാ കമ്പനികളെയും പിന്തള്ളിക്കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷനായിട്ട് വരുന്നത്. മിഷനായിട്ട് വരുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ കമ്പനിയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും സാമ്പത്തികമായി ഉയർന്ന നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ മിഷനായിട്ട് വരുന്നത്. ദെൻ അവർ ഇൻഫ്രാസ്ട്രക്ചർ. കോടിക്കണക്കിന് രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ് ഫിജിക്ക.com. സ്വന്തമായി കോർപ്പറേറ്റ് ഓഫീസ്, ലോജിസ്റ്റിക് ഹബ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഇതെല്ലാം ഇന്ന് കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട്. അതുപോലെ ഫിജി സ്റ്റോഴ്സ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കമ്പനി ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഫിസിക്കൽ ഷോപ്പിംഗ് കൂടി ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം കസ്റ്റമേഴ്സിന് പെട്ടെന്ന് പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കമ്പനി ഓരോ ഭാഗത്തും ഓരോ ഷോപ്പുകളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ പ്രോഡക്ട്സ്. ഏതൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഫിജിക്കാർഡ് കമ്പനിയിൽ 2 തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കമ്പനി ഓൺ മാനുഫാക്ചർ ചെയ്യുന്ന ഫിജി ബ്രാൻഡ്സ്, സെക്കൻഡ് വൺ പോപ്പുലർ ബ്രാൻഡ്സ്. കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഫിജി ബ്രാൻഡ്സിന് മാർജിൻ കൂടുതലായിരിക്കും, പോപ്പുലർ ബ്രാൻഡ്സിന് മാർജിൻ കുറവായിരിക്കും. ഇവിടെ ഫിജി ബ്രാൻഡ്സ് എന്ന സെഗ്മെൻറ്റിലെ കമ്പനിക്ക് വരുന്ന പ്രൊഡക്റ്റുകളാണ് ആര്യസൂത്ത, ഫിജി ഗ്രീൻ, GE, ബോബി, വി റോയൽ, ചിവോണ പെയിൻറ്റ്സ്. ഇതെല്ലാം ഫിജി ബ്രാൻഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് കോസ്മെറ്റിക് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകൾ, ഗ്രോസറി പ്രൊഡക്റ്റുകൾ, അതുപോലെ ലെതറിൻ്റെ ഐറ്റംസ്, ഇതെല്ലാം കമ്പനിയിലെ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ പോപ്പുലർ ബ്രാൻഡ്സും ഇന്ന് കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിന്ന് മാർക്കറ്റിൽ കാണുന്ന എല്ലാതരം പ്രോഡക്റ്റുകളും ഒട്ടുമിക്ക പ്രോഡക്റ്റുകളും കമ്പനിക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ ഹൗ ടു എൻ്റർ ദ പ്ലാറ്റ്ഫോം. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഈ കമ്പനിയുടെ ഒരു ആമുഖം മാത്രമായിരുന്നു. ഇനിയാണ് എന്താണ് നമുക്ക് റോള്, അല്ലെങ്കിൽ നമുക്കെങ്ങനെ ഈ കമ്പനിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് പറഞ്ഞു വരുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ KYC ഡോക്യുമെൻറ്റ്സ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതെല്ലാം കമ്പനിക്ക് കൊടുത്തുകൊണ്ട് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ 100 സെയിൽസ് വോളിയത്തിൻ്റെയോ 50 സെയിൽസ് വോളിയത്തിൻ്റെയോ 25 സെയിൽസ് വോളിയത്തിൻ്റെയോ നിത്യോപയോഗ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്പനിയുടെ പാർട്ണർഷിപ്പ് എടുക്കാവുന്നതാണ്. അതുവഴി ഫിജിക്കാർഡ് മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യും. ദെൻ പ്രമോഷൻ. മറ്റുള്ള ആളുകളിലേക്ക് ഇതെത്തിക്കാൻ കച്ചവടം നടക്കണമെങ്കിൽ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യണം.
രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാം. ഓൺലൈനായിട്ടും പ്രൊമോട്ട് ചെയ്യാം, ഫിസിക്കലായിട്ടും കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാം. നെക്സ്റ്റ്, ട്രേഡ് വിത്ത് ടെക്നോളജി. എന്താണ് ഇവിടുത്തെ സിസ്റ്റം? നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു കടയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു സോപ്പ് പർച്ചേസ് ചെയ്തു എന്ന് കരുതുക. ആ സോപ്പിൻ്റെ ബാക്ക് സൈഡ് നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാനുഫാക്ചേർഡ് ബൈ ഇന്ന സ്ഥലം എന്ന് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഡൽഹിയിലോ അഹമ്മദാബാദിലോ മുംബൈയിലോ ഒക്കെ മാനുഫാക്ചർ ചെയ്ത ആ ഒരു സോപ്പ് പെട്ടെന്ന് എന്തായാലും നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തില്ലല്ലോ. അതിനൊരു C&F ഏജൻറ്റ് ഉണ്ടാവും. നാഷണൽ ലെവൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, ഹോൾസെയിൽ ഡീലർ ഉണ്ടാവും. ഇങ്ങനെ ഒട്ടേറെ ഇടനിലക്കാരുടെ കയ്യിലേക്ക് കയറി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ കയ്യിൽ ഫൈനലായിട്ട് ആ ഒരു സാധനം കിട്ടുന്നത്. സോ MRPയുടെ ഏകദേശം 40 മുതൽ 60% വരെയും ഈ ഒരു ഇടനിലക്കാരിലേക്കാണ് പോകുന്നത്. ഇനി ഇ-കൊമേഴ്സ് മേഖലയിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇ-കൊമേഴ്സ് കമ്പനികൾ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് അവരെന്ത് ചെയ്യും, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കും. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇടനിലക്കാർ വഴി വിൽക്കുന്നതിന് പകരം അവർ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലൂടെ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കും. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, ഈ ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ് കമ്പനി സേവ് ചെയ്ത് നമ്മളെ കസ്റ്റമർക്ക് ഒരു ഡിസ്കൗണ്ട് രൂപത്തിൽ കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ, ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ ഫിജിക്ക.com എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫിജിക്കാർട്ട് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റുകളോ അതെല്ലാം എന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഫിജിക്കാർട്ടിൻ്റെ സൈറ്റിലൂടെ ഇതിലൂടെ അഫിലിയേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളിലൂടെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇടനിലക്കാരുടെ ഇടയിലേക്ക് പോകേണ്ട ലാഭം ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് പോകുന്നത്. ഇതാണ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി 7 തരത്തിലുള്ള വരുമാനമാണ് കമ്പനി നമുക്ക് തരുന്നത്. 1 റീറ്റെയിൽ പ്രോഫിറ്റ്, 2 ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, 3 ജനറേഷൻ ബോണസ്, 4 മന്ത്ലി പെർഫോമൻസ് ബോണസ്, 5 ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, 6 ആനുവൽ പ്രോഫിറ്റ്, 7 അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഓരോന്നും നമുക്ക് എന്താണെന്നുള്ളത് പരിശോധിക്കാം. ഒന്നാമത്തെ വരുമാനമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ കമ്പനിയിൽ നിന്ന് ഒരു നിശ്ചിത അളവിൽ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കമ്പനി ഒരു ഓൺലൈൻ ഷോപ്പ് തരുന്നു എന്ന് പറഞ്ഞു. ഓൺലൈൻ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോറിന് ഒരു റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് ഉണ്ടാകും. ഈ ലിങ്ക് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് വഴി അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കമ്പനി ഡെലിവറി ചെയ്യും. അതിൻ്റെ കമ്മീഷൻ എത്ര തന്നെയായാലും ആ കമ്മീഷൻ നമ്മുടെ അക്കൗണ്ടിലോട്ട് കമ്പനി ക്രെഡിറ്റ് ചെയ്ത് തരും. ഇതാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു വരുമാനമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിലൂടെ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. ഇവിടെ നമ്മുടെ ബിസിനസ് എവിടെയാണ് നടക്കുന്നത് എന്ന് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി നമുക്ക് 2 ഓർഗനൈസേഷൻ തരുന്നുണ്ട്, ഓർഗനൈസേഷൻ 1 ആൻഡ് ഓർഗനൈസേഷൻ 2. ഈ 2 ഓർഗനൈസേഷനിൽ നടക്കുന്ന കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അതുപോലെ ഓരോ പ്രൊഡക്റ്റിനും കമ്പനി ഓരോ സെയിൽസ് വോളിയം നിശ്ചയിച്ചിട്ടുണ്ട്. അരി വാങ്ങിച്ചാൽ സെയിൽസ് വോളിയം ഉണ്ട്, പേസ്റ്റ് വാങ്ങിച്ചാൽ സെയിൽസ് വോളിയം ഉണ്ട്, സോപ്പ് വാങ്ങിച്ചാൽ സെയിൽസ് വോളിയം ഉണ്ട്. എന്നിങ്ങനെ A to Z പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും സെയിൽസ് വോളിയം കിട്ടുന്നതായിരിക്കും. നമ്മുടെ 2 ഓർഗനൈസേഷനിലും ഓരോ സെയിൽസ് വോളിയം വീതം കച്ചവടമാണ് നടക്കുന്നതെങ്കിൽ കമ്പനി നമുക്ക് തരുന്നത് 20 രൂപയാണ്. 100 സെയിൽസ് വോളിയം വീതം കച്ചവടമാണ് നടക്കുന്നതെങ്കിൽ കമ്പനി നമുക്ക് തരുന്നത് 2000 രൂപയാണ്, 100 ഇരട്ടി കമ്മീഷൻ. 500 സെയിൽസ് വോളിയം വീതം കച്ചവടമാണ് നടക്കുന്നതെങ്കിൽ കമ്പനി നമുക്ക് തരുന്നത് 10,000 രൂപയാണ്. ഇപ്പോൾ നമുക്കറിയാം, ബിസിനസ്സാണ്, എല്ലായ്പ്പോഴും ഒരുപോലെ പോയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല അല്ലേ. ഒരു ഓർഗനൈസേഷനിൽ 500 സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടം നടന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. മറ്റേ ഓർഗനൈസേഷനിൽ ചിലപ്പം 1000 സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടം നടന്നിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് എത്ര സെയിൽസ് വോളിയമാണോ അവിടെ മാച്ച് ആയിരിക്കുന്നത് അതിനുള്ള കമ്മീഷനാണ് കമ്പനി നമുക്ക് തരുന്നത്. ഇവിടെ 500 സെയിൽസ് വോളിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് തരുന്നത് 10,000 രൂപയാണ്. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് 1500 സെയിൽസ് വോളിയം വരെ കച്ചവടം ചെയ്യാം. അങ്ങനെ 1500 സെയിൽസ് വോളിയം വീതം മാച്ച് ചെയ്ത് 30,000 രൂപയാണ് നിങ്ങൾക്ക് ഒരു ദിവസ വരുമാനമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു മാസം നിങ്ങൾക്ക് 9 ലക്ഷം വരെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്നൊരു ഇൻകം മോഡലാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുന്നത്. അടുത്തൊരു വരുമാനമാണ് ജനറേഷൻ ബോണസ്.
നമ്മുടെ ഷോപ്പ് വഴി ഫ്രാഞ്ചൈസി എടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്യുമ്പോൾ ഒരു മാസം നടക്കുന്ന കച്ചവടത്തിൻ്റെ 20 മുതൽ 50% വരെ നമുക്ക് ഒരു വരുമാനമായിട്ട് മാസത്തിൽ നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ജനറേഷൻ ബോണസ്. ഒരു വരുമാനമാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്. എന്നാണോ നമ്മൾ ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുന്നത്, അന്ന് മുതൽ കമ്പനിയുടെ മന്ത്ലി പെർഫോമൻസ് ബോണസിന് നമ്മൾ എലിജിബിൾ ആണ്. അതായത് എന്നാണോ നമ്മൾ 2000 സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടം 2 ഓർഗനൈസേഷനിലും നടത്തുന്നത്, അന്നാണ് നമ്മൾ സെയിൽസ് മാനേജർ എന്ന റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. സെയിൽസ് മാനേജർ എന്ന റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മാസം 300 സെയിൽസ് വോളിയം 2 ഓർഗനൈസേഷനിലും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അഡീഷണൽ കിട്ടുന്ന ബോണസാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. ഈ ഒരു തുക എന്ന് പറയുന്നത് ഏകദേശം 10,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിലുള്ളൊരു എമൗണ്ട് ആയിരിക്കും. അത് കമ്പനിയുടെ പ്രോഫിറ്റ് മാറുന്നതിനനുസരിച്ച് ആ ഒരു എമൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ കമ്പനി നൽകുന്ന അടുത്തൊരു ബെനിഫിറ്റാണ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്. ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന റാങ്കിലെത്തുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടുന്നത് ഏകദേശം 2 ലക്ഷം രൂപയുടെ ഫ്രീ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ദെൻ ആനുവൽ പ്രോഫിറ്റ്. ഈ കമ്പനിയുടെ ടോപ്പ് മോസ്റ്റ് റാങ്ക് ആയിട്ടുള്ള സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ, നാഷണൽ സെയിൽസ് മാനേജർ, നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്നീ റാങ്കിലിരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന വരുമാനമാണ് ആനുവൽ പ്രോഫിറ്റ്. അതായത് കമ്പനിയുടെ ഒരു വർഷത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ 0.5% മുതൽ 1.5% വരെയാണ് ഈ റാങ്കിങ്ങിലിരിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നത്. ദെൻ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. എന്നാണോ നമ്മൾ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിലെത്തി ക്രൈറ്റീരിയാസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നത്, അന്ന് നമുക്ക് കമ്പനി തരുന്നത് 50,000 രൂപയുടെ ചെക്കാണ്. നെക്സ്റ്റ്, എന്നാണോ നമ്മൾ കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ റാങ്കിലെത്തി ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്നത്, അന്ന് നമുക്ക് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നത് 5 ലക്ഷം രൂപയാണ്. ദെൻ ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പ്. എന്നാണോ നമ്മൾ ഈ കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്ന റാങ്കിലെത്തുന്നത്, അന്ന് നമുക്ക് കമ്പനി തരുന്നത് 10 ലക്ഷം രൂപയുടെ 2 പേർക്ക് പോകാൻ പറ്റുന്ന ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പാണ്. ഇത് മാത്രം നിങ്ങൾക്ക് ഫണ്ടായിട്ട് ലഭിക്കില്ല, നമ്മൾ ഈ ട്രിപ്പ് എൻജോയ് ചെയ്ത് തന്നെ തീർക്കണം എന്നുള്ളതാണ്. അടുത്തൊരു വരുമാനമാണ് കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിലെത്തുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ടാണ്. നെക്സ്റ്റ് വൺ, കമ്പനിയുടെ ടോപ്പ് മോസ്റ്റ് റാങ്ക് ആയിട്ടുള്ള നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്ക് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് 1 കോടി രൂപയുടെ ഹാപ്പി ഹോം ഫണ്ട് എന്ന ചെക്കാണ്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ഒരു വീട് വെക്കുക എന്നുള്ളത്, അല്ലേ? ആ ഒരു സ്വപ്നം പൂവണിക്കാൻ വേണ്ടി കമ്പനി നമുക്ക് തരുന്നൊരു റിവാർഡാണ് ഹാപ്പി ഹോം ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ ഞാൻ നേരത്തെ പ്ലാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് റാങ്കുകൾ ഉണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. ആ റാങ്കുകളും അത് അച്ചീവ് ചെയ്യുന്നുള്ള ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഹൗ ക്യാൻ വി അച്ചീവ്? ഈ പ്ലാൻ കേൾക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, കമ്പനി എല്ലാം അടിപൊളിയാണ്, ബോബി ചെമ്മണ്ണൂർ മാനേജ്മെൻറ്റാണ്, വേറെ ലെവലിലെ കമ്പനിയാണ്, നല്ല വിഷനുണ്ട്, നല്ല മിഷനുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ? ഞാനൊരു സാധാരണക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ സാധാരണക്കാരിയാണ്, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട. നിങ്ങളെ ഈ ബിസിനസ് ചെയ്യാനുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സിലേക്കും എത്തിക്കുന്ന തരത്തിലുള്ള കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ കമ്പനി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങളെ ഒരു ബിസിനസ്സുകാരനിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് കമ്പനി ചെയ്യുന്നത്. ദെൻ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഈ ഒരു അവസരം എന്ന് പറയുന്നത്. സോ ഈ ഒരു അവസരത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. Thank you so much.